عشان حبينا سيدنا النبي والله وزدنا النبي بالإخلاص ولو حبيبي سيدنا النبي هو اللي كان. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിപ്പോൾ ഉള്ളത് സയ്യിദ് നഫീസ അല്ലെങ്കിൽ നഫീസത്തുൽ മുസ്രിയ എന്നൊക്കെ പറയുന്ന ഉന്നതയായിട്ടുള്ള ആ ഒരു മഹദിയുടെ മഖ്ബറയുടെ അടുത്താണ്. പരിശുദ്ധ മക്കയിൽ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പരയിൽ ജനിക്കുകയും പിന്നീട് 5-ാമത്തെ വയസ്സിൽ മദീനയിലേക്ക് താമസം മാറ്റുകയും പിന്നെ മദീനയിൽ 47-ാമത്തെ വയസ്സ് വരെ താമസിക്കുകയും പിന്നീട് ഈ കാണുന്ന ഈജിപ്തിലേക്ക് താമസം മാറ്റി ഇവിടെ തന്നെ വഫാത്താവുകയും ചെയ്തിട്ടുള്ള ഒരു മഹദിയാണ് അവർ. നിലവിൽ അവരുടെ പള്ളിയുടെ വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ വന്നിട്ടാണ് അവരുടെ മക്ബറ പള്ളീൻ്റെ ബാക്ക് ഭാഗത്തായിട്ടാണ്. 8-ാമത്തെ വയസ്സിൽ ഖുർആൻ ഹിഫ്ള് പൂർത്തിയാക്കിയ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ നിന്ന് ഒരുപാട് എൽമുകൾ കരസ്ഥമാക്കിയ വലിയ ആബിദായിരുന്നു. 30ഓളം ഹജ്ജുകൾ ചെയ്തിട്ടുള്ള പകൽ സമയം നോമ്പെടുക്കുകയും രാത്രി ഫുൾ ഇബാദത്തിലുമായിരുന്ന ഒരു ഉന്നതയായിരുന്ന മഹദിയാണ്. അഹ്ലു ബൈത്തിൽ തന്നെ ഏറ്റവും ഉന്നതമായ സ്ഥാനമുണ്ടായിരുന്ന ഒരു മഹദിയാണ് അവർ. ഏതായാലും ഈജിപ്തിലെ ഈ കാണുന്നതാണ് അവരുടെ മഖ്ബറ നഫീസത്തുൽ മുസ്രിയ റളിയല്ലാഹു അൻഹ. മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്ന ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് പലപ്പോഴും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ബാധിക്കുമ്പം ദുആ ചെയ്യാൻ ഏൽപ്പിക്കുമായിരുന്ന തൻ്റെ ജനാസ ഇവർ തന്നെ നിസ്കരിക്കണം എന്ന് പ്രത്യേകം വസിയത്ത് ചെയ്തിട്ടുള്ള ഒരു മഹദി കൂടിയായിരുന്നു. സ്വന്തം ഖബർ കുഴിക്കുകയും അതിൽ തന്നെ 190ഓളം ഖത്മുകൾ തീർക്കുകയും ചെയ്തിട്ട് 63-ാമത്തെ വയസ്സിലാണ് അവർ വഫാത്താകുന്നത്.